അപ്പം ബ്രൈഡും ഗ്രൂമും വേണ്ടിയിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം അനുവിനെ ഇവരെ പറ്റി എത്രത്തോളം മനസ്സിലാക്കി എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിക്കേ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ പ്ലാൻസ് ബെറ്റർ സർപ്രൈസസ്? ആരാണ് ഏറ്റവും നല്ല സർപ്രൈസസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്? എന്തെങ്കിലും എന്താ അങ്ങനെ ഉണ്ടാവാൻ സർപ്രൈസ് പറയാം, എന്താ ഉണ്ടായി? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, വാലന്റൈൻസ് ഡേ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സർപ്രൈസ് ഏതാ? ബർത്ത്ഡേ ചെറുതിനെക്കാട്ടിലും കാണാൻ വേണ്ടി ചെറുപഴക്കം വന്നിട്ടുണ്ടായിരുന്നു രാത്രി 12 മണിക്ക്. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, രണ്ടാമത്തെ ആൻസർ പറയാം. ആരാണ് ബെറ്റർ എന്നല്ല അത്. ഹൂ ഗീവ്സ് ബെറ്റർ അഡ്വൈസസ്? ആരാണ് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത്? വിവേകേട്ടൻ. ഏറ്റവും നല്ല ഉപദേശം ഏതാ തന്നത്? നേരത്തെ കിടന്നുറങ്ങാൻ. അത് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് മോർ ഇമോഷണൽ? അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളെ വീട്ടുകാർക്ക്, എന്തായാലും നമുക്ക് ചോദിക്കണല്ലോ. ഹൂ ഈസ് മോർ ഇമോഷണൽ? ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇമോഷൻ ഏതാ? വേറെ ദേഷ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു ചേട്ടാ? ദേഷ്യം ഉണ്ടാവും, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കരച്ചിലായിരിക്കും. കരച്ചിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ ബെസ്റ്റ് ലിസണർ? അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് ലിസണർ ആയിട്ട് നിങ്ങൾക്ക് ആരെ തോന്നിയിട്ടില്ല? വിവേകത്തിന് ആരെ തോന്നി? അല്ല അങ്ങനെയല്ല, നിങ്ങൾക്ക് പരസ്പരം ആരെ തോന്നി? ആരെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോകുന്ന കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി ലിസണർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ അപ്പോളജൈസ് മോർ? ഏറ്റവും കൂടുതൽ എങ്ങനെ അപ്പോളജൈസ് ചെയ്യുന്ന ആരാ? വിവേക്. വേറെ വഴിയില്ലാത്തോണ്ടാ. കഷ്ടമുണ്ട്. അപ്പം കല്യാണത്തിന് മുന്നേ അറിഞ്ഞിട്ടില്ലാന്നല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് മതി എന്ന് എനിക്ക് തോന്നുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ച. അപ്പം വിഷ് യു ബോത്ത് വെരി ബെറ്റർ